വെഡിങ് ഫംഗ്ഷനും റിസപ്ഷൻ ഫംഗ്ഷനും ഒക്കെ നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റിയ ഹിപ്പ് ബെൽറ്റ് ആയിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീയൂസ് ചെയ്ത് മാലയോ ചോക്കറോ ഒക്കെ ആക്കാൻ പറ്റിയ അടിപൊളി ഹിപ്പ് ബെൽറ്റ് കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അത് എ ഡിയിലും ഉണ്ട് ആൻറ്റിക്കിലും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് എ ഡി കണ്ടാലോ. ദാ ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഹിപ്പ് ചെയിനാണ് വന്നേക്കുന്നത്. ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ റോസ് ഗോൾഡ് ഷെയ്ഡിലാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. ദാ ഭയങ്കര രസമായിട്ടുള്ള പീസാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ നമുക്ക് വൈറ്റ്, റൂബി അങ്ങനെ 2-3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമുക്ക് ഹിപ്പ് ബെൽറ്റിൻ്റെ യൂസ് കഴിഞ്ഞതിന് ശേഷം ഓടി പോവാണല്ലേ. ദാ ഇങ്ങനെ നിങ്ങൾക്ക് ചോക്കറായിട്ട് ഈ ചെയിൻ മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് നെക്ലസ് ആക്കണം എന്നുണ്ടെങ്കിൽ നെക്ലസ് ആക്കാം. കുറച്ചുകൂടെ മിഡിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാക്കണമെങ്കിൽ ആ രീതിയിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആക്കാൻ പറ്റും. അപ്പം 3-4 യൂസസ് ഉണ്ട് ഈ ഒരു സെയിം ഹിപ്പ് ചെയിന്. ഇതിൻ്റെ തന്നെ ദാ വൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതും ഞാൻ ഈ കാണിച്ച എല്ലാ മോഡലിലും വെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ തന്നെ നമുക്ക് റൂബിയും അവൈലബിൾ ആണ്. എന്താ രസം നോക്കിയേ. ഇതൊക്കെ നിങ്ങൾക്ക് റീയൂസ് ചെയ്ത് ഇതുപോലെ നെക്ക് പീസ് ആക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അടിപൊളിയല്ലേ. എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ് ഹിപ്പ് ചെയിൻസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത്. അതുപോലെ നമുക്ക് ആൻറ്റിക്കിൽ വരുന്നൊരു ഹിപ്പ് ചെയിനാണ് ഇത് വന്നേക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മിഡ് ലെങ്ത്തിലുള്ള ഹാരമായിട്ട് പിന്നീട് യൂസ് ചെയ്യാം. ഭയങ്കര രസമുണ്ട് ഇതിങ്ങനെ കാണാം മുത്തും കൂടെ വരുമ്പോഴത്തേക്ക്. അതല്ല നെക്ക് പീസ് മതിയെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി അതുമല്ല കോംബോ നെക്ലസ് ആയിട്ടോ ചോക്കറായിട്ടോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു പീസ് വന്നേക്കുന്നത് കുറച്ച് സ്റ്റോണൊക്കെ വരുന്ന രീതിയിൽ ജില്ലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ദാ വന്നേക്കുന്നു അടുത്ത പീസ്. ഇതും ഹിപ്പ് ചെയിനായിട്ട് വരുമ്പോഴും ഭയങ്കര ഭംഗിയാണ്. ഞാൻ എന്താ ഹിപ്പ് ചെയിൻ പോർഷനിൽ കാണിച്ചിടാം. കണ്ട ഭയങ്കര ഭംഗിയായിട്ട് വരുന്നൊരു പീസാണ്. ഭയങ്കര എലഗൻ്റ് ആണ്. ഇനി ഇത് നിങ്ങൾ ചോക്കറാക്കിയാലോ. ദാ എന്താ രസമല്ലേ. ഫുള്ളി സ്റ്റോൺസ് വന്നിട്ടുള്ള പ്രീമിയം സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് നെക്ലസ് ആക്കാം. അതുപോലെ തന്നെ ദാ ഇങ്ങനെ മിഡ് ഹാരമോ ലോങ് ഹാരമോ എന്ത് വേണേലും ആക്കാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പീസാണ് വന്നേക്കുന്നത്. അടുത്തത് വന്നേക്കുന്നത് കുറച്ചുകൂടി തിന്നായിട്ട് വേണം എന്നുള്ളവർക്ക് ദാ ഇപ്പോൾ നിങ്ങൾ ഒരു ബ്രൈഡ്സ് മെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും പേര് ദാ ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് ഹിപ്പ് ചെയിനായിട്ട് സിംപ്ലി വിയർ ചെയ്യാം. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ലോങ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. അതല്ല നെക്ക് പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്കിത് ലെയർ ചെയ്തിടണം എന്നുണ്ടെങ്കിൽ ഇതാ ഒരു ലെയറിങ് ടെക്നിക്കും കൂടെ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഇത് കുറച്ചുകൂടി ലെങ്ത് ഈ സൈഡിൽ വരുവേ. ഇതാ ഇങ്ങനെ ലെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രസമാണ്. ഇതിപ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് കാണിച്ചുകൊണ്ടാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ തന്നെ 2 ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ്. റൂബിയും ഗ്രീനും അവൈലബിൾ ആണ്. ഇനി ഫൈനലി നമ്മളിതാ ഒരു പാറ്റേണും കൂടെ കാണിക്കാം. ഇതും ഹിപ്പ് ചെയിൻ കളക്ഷനാണ് വന്നേക്കുന്നത്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ മിഡ് ഹാരമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നെക്ലസ് ആക്കാം. അതും അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ചോക്കർ പോലെ ആക്കാം. ഇതെല്ലാം അത്രയ്ക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പീസസ് ആണ് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.